നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഹലോ. അതെ, 2 ദിവസത്തിന് ഒരു കൊറിയർ വരും. നന്ദേട്ടന്റെ ഓഫീസ് അഡ്രസ്സിൽ നിന്നായിരിക്കും അത് വരിക. അത് മറ്റാരും കാണാതെ ഞാൻ പറയുന്നിടത്ത് വെക്കണം. എന്താ അത്? കൂടുതലൊന്നും ഇപ്പൊ അറിയണ്ട. പ്രിയയെ പുറത്തു കൊണ്ടുവരാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. പിന്നെ കൊറിയറിന്റെ കാര്യം മഹേശ്വരി അമ്മ അറിയാതെ നോക്കണം. പോലീസ് റെയ്ഡ് വരുമ്പോഴേ മധുമിത അടക്കമുള്ളവർ അത് അറിഞ്ഞു എന്ന് ഭാവിക്കാവൂ. ഓക്കെ, ശരി. കമ്മീഷണറല്ലേ? സർ, ആരോട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രമോദേ, നീ വന്നേ. സർ, അകത്ത് പോയിട്ട് സാർ വന്ന കാര്യം പറയും. ഓക്കെ സാർ. സാർ, ഇനി ആ വക കാര്യങ്ങളൊന്നും ഒരു ടെൻഷനും വേണ്ടെന്നേ. ചുരുങ്ങിയത് ഒരു 2 കൊല്ലത്തേക്കെങ്കിലും ഞാൻ ഈ സിറ്റിയിലെ കമ്മീഷണറായിട്ട് കാണും. അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ഞാൻ വിളിച്ചോളാം. ശരി. എന്തോ SP വന്നിട്ടുണ്ട്. ഓ, SP-യോ? അതിന് സാറ് കാണാൻ വരാൻ പറഞ്ഞിട്ടാ. കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. കിരൺ സാറിൻ്റെത് ഒരു പ്രത്യേക പ്രകൃതമാണ്. പുറത്തിരുത്തിയാൽ ചിലപ്പോൾ ആളെ എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ തള്ളിക്കയറി ഇങ്ങോട്ട് വരും. രണ്ടായാലും പ്രശ്നം സാർ. CI കുമാർ വന്നിട്ടുണ്ടോ? ആള് നേരത്തെ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ 2 പേരോട് ഒന്നിച്ച് വരാൻ പറ. ശരി സാർ. സാർ, 2 പേരോട് ഒന്നിച്ച് എല്ലാം പറഞ്ഞു. എന്തോടാ ഈ കേൾക്കുന്ന മുഴുവൻ? ഈ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം മുഴുവൻ തകരാറിലാക്കിയിട്ട് താ അടങ്ങുമോ? സാറെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നാട്ടിലെ ഒരു ബിഗ് ഷോട്ടിന്റെ മകൾ തന്റെ സുഹൃത്തായ ക്രിമിനൽ വക്കീലിന്റെ വീട്ടിൽ ഒരു ദിവസം മരിച്ചു കിടക്കുന്നു. അതിന്റെ പേരിൽ അയാളുടെ അച്ഛന്റെ സഹോദരി അറസ്റ്റിലാവുന്നു. ആ വീട്ടിലെ പേരക്കുട്ടി മിസ്സിംഗ് ആവുന്നു. കൂടുതൽ അന്വേഷിച്ചാൽ തന്റെ കൂട്ടുകാരനകത്താവുമെന്ന് മനസ്സിലായതുകൊണ്ടാണോ കേസിൽ വലിയ പുരോഗതിയൊന്നും ഇല്ലാത്തത്? സർ, അന്വേഷണം നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചത് തന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണോ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തത് എന്നാണ്. സർ, സാർ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അഡ്വക്കേറ്റ് അർജുൻ എന്റെ സുഹൃത്താന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ കേസിൽ അയാളെ സംശയിക്കത്തക്ക ഒരു ലീഡും പോലീസിന് ലഭിച്ചിട്ടില്ല. അഥവാ ലഭിച്ചാൽ മറ്റു ചില ഉദ്യോഗസ്ഥർ വഴിമാറി പ്രതികളെ സഹായിക്കുന്ന പോലെ ഞാൻ സഹായിക്കാൻ നിൽക്കില്ല സർ. തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്തിരിക്കും. എന്തുവാ? വഴിമാറി പ്രതികളെ സഹായിക്കുന്ന മറ്റുദ്യോഗസ്ഥരോ എന്ന് വെച്ചാൽ? ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് സർ. തന്റെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിട്ട് താനേ അങ്ങനെ മറ്റുദ്യോഗസ്ഥന്മാരെ മുകളിലോട്ട് അങ്ങോട്ട് പുളുത്തണ്ട. ഇറ്റ്സ് നോട്ട് എ അലിഗേഷൻ സർ. ഇഫ് യു വാണ്ട് ദ പ്രൂഫ് ഐ വിൽ ട്രൈ ടു ഗെറ്റ് ദം. ആദ്യമേ സ്വന്തം പരിധിയിൽ റിപ്പോർട്ട് ചെയ്ത കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ നോക്ക്. അതിനുശേഷം മതി ഫോഴ്സിനെ നന്നാക്കാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് കണ്ടെത്തുന്നത്. യെസ് സർ. ആ കുമാർ, മകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് നന്ദഗോപൻ ഒരു പരാതി തന്നിട്ടില്ലേ? യെസ് സർ. ആരാ അന്വേഷിക്കുന്നത്? സാക്ഷി കൊലപാതകവുമായി ഡയറക്റ്റ് ലിങ്കായ കേസായതുകൊണ്ട് SP സാർ നേരിട്ടാ
ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. നോ, സർ. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ് കേസ്. യെസ് സർ. മിസ്റ്റർ കിരൺ, യെസ് സർ. സാക്ഷി കൊലപാതകവുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ടും വൈകുന്നേരത്തിനുള്ളിൽ എന്റെ മേശപ്പുറത്തെത്തണം. യെസ് സർ. യു ഡോണ്ട് നീഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ് കേസ് anymore. ആ കേസ് ഇനി കുമാർ അന്വേഷിച്ചാൽ മതി. മനസ്സിലായല്ലോ? യെസ് സർ. എന്താടോ, തനിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? യെസ് സർ. Then you may go. യെസ് സർ. 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 സാറിനെ ഇത്ര പെട്ടെന്ന് ഈ കേസിൽ നിന്ന് മാറ്റുമെന്ന് കുമാറേ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അഴിമതി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രൂഫ് വേണമെങ്കിൽ ഞാൻ കളക്ട് ചെയ്തോളാന്ന്. എനിക്കതിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി ഐ ഹാവ്. പോട്ടെ. ആരാ? ഒരു കൊറിയർ ഉണ്ട്. ആരുടെ പേരിലാ? മഹേശ്വരി അമ്മയുടെ പേരില. ആ, അതെ. എന്തൊരു നോട്ടം? നീ മുന്നിൽ വന്ന് പെടുമെന്ന് ഓർത്തേ പകല് സമയത്ത് കണ്ണും പൂട്ടി നടക്കാനൊന്നും പറ്റില്ലല്ലോ. തട്ടിത്തടഞ്ഞ് താഴെ വീഴില്ലേ? നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ത് കള്ളലക്ഷണം? കള്ളത്തരവും തട്ടിപ്പും ഒക്കെ കാണിക്കുന്ന ആരാണെന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അധികം വൈകാതെ അതൊക്കെ പുറത്തു വന്നോളും. എന്തോ മറച്ചു പിടിക്കുന്നുണ്ടല്ലോ. ആരാവോ ഗേറ്റ് തുറന്നു വന്നത്? എന്താ മേ? ആ, ഒന്നുമില്ല. വീടിന്റെ ഗേറ്റ് ആരാ തുറന്നിട്ടെ? അല്ല, ഇത്തിരി മുമ്പ് ഒരു അടഞ്ഞു കിടന്നിരുന്നാണല്ലോ. ആ, അപ്പൊ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയതാവും. വെറുതെ അല്ല മറച്ചു പിടിച്ചോണ്ട് പോയത്. ആര്? ആ, മധുമിത. തിന്നാനുള്ള എന്തെങ്കിലും വരുത്തി കാണും. എന്നെ കണ്ടപ്പോ ഒളിച്ചു പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ പിടിച്ചു പറിക്കുന്നു വിചാരിച്ചിട്ടാവും. ചില നേരത്ത് ആന്റിയുടെ സ്വഭാവം കുട്ടികളെയൊക്കെ കഷ്ട. അമ്മ വാ.